വെൽക്കം ബാക്ക് ടു ക്രിയേറ്റീവ് ജെയ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഈ ഒരു സ്കിൻ കളേഴ്സ് എങ്ങനെ മിക്സ് ചെയ്യുന്നതെന്ന് കണ്ടിരുന്നല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു ഫേസിൽ എങ്ങനെയാണ് ഫീച്ചേഴ്സ് എല്ലാം വരയ്ക്കുന്നതെന്നും ഫേസപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വേണ്ടത് ഇതുപോലെ സോഫ്റ്റ് പേസ്റ്റൽസ് വേണം, അതുപോലെ വാട്ടർ കളർ പെൻസിൽസ് വേണം. ഇതിന് പകരം നിങ്ങൾക്ക് വാട്ടർ കളർ കേക്ക്സോ അതുപോലെ തന്നെ ട്യൂബ്സോ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നീട് നമുക്ക് വേണ്ടത് ഇതുപോലെ പോയിൻറ്റഡ് ആയിട്ടുള്ള ബ്രഷാണ്. ഞാനിവിടെ സൈസ് 000 ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. എന്നോട് ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഫൈൻ ലൈൻസൊക്കെ എങ്ങനെ ഇടുന്നതെന്ന്. അതിന് വേണ്ടിയിട്ട് 000 ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം സോഫ്റ്റ് പേസ്റ്റൽസ് എടുക്കാം. സോഫ്റ്റ് പേസ്റ്റൽസ് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ വാട്ടർ കളർ വെച്ചിട്ട് മാത്രമായിട്ട് ഫേസപ്പ് ചെയ്യുന്നത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം. നമ്മുടെ ഈ ഒരു സ്കിൻ ടോണിന് മാച്ചായിട്ടുള്ള കുറച്ച് ഡാർക്ക് ഷെയ്ഡും ലൈറ്റ് ഷെയ്ഡും ഒക്കെ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു പിങ്ക് ഷെയ്ഡും എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ ഒരു സ്കിൻ ടോണിനെക്കാട്ടിലും കുറച്ച് ഡാർക്കായിട്ടുള്ള ഒരു മീഡിയം ഡാർക്കായിട്ടുള്ള ഒരു സോഫ്റ്റ് പേസ്റ്റൽ ഷെയ്ഡ് വെച്ചിട്ട് ഈ ഒരു എൻഡിലൊക്കെ നമുക്ക് ഡാർക്കായിട്ട് നമ്മൾ ലൈറ്റ് അടിക്കുമ്പോൾ അവിടെ ഫേസിൽ എവിടേക്കാണോ ഡാർക്ക് വരിക ആ ഒരു ഭാഗത്തൊക്കെ നമുക്കതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഡ്രൈ ആയിട്ടുള്ള ബ്രഷാണ് എടുക്കേണ്ടത്. ഞാൻ ആ ഒരു പോയിൻറ്റഡ് ബ്രഷ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. കാരണം എൻ്റെ ഈ ഒരു ഫേസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. വലിയ ബ്രഷൊക്കെ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇയർബഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടും ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് കുറച്ച് ആ ഒരു ചീക്കിൻ്റെ ഏരിയാസിൽ കുറച്ചും കൂടെ ഡാർക്കായിട്ടുള്ള ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ഇതുപോലെ കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ലിപ്സിൻ്റെ 2 കോർണറിലായിട്ടും മൂക്കിൻ്റെ താഴെയായിട്ടും കണ്ണിൻ്റെ ആ ഒരു കണ്ണ് തുടങ്ങുന്ന ആ ഒരു ഭാഗ്യമില്ലേ പിരികത്തിൻ്റെ താഴെയായിട്ടൊക്കെ അവിടെ കുറച്ചും കൂടെ ഡാർക്കായിരിക്കും. പിന്നെ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് അങ്ങോട്ടിട്ട് വരയ്ക്കരുത്. കുറച്ച് പിഗ്മെൻറ്റുകൾ മാത്രം എടുത്തെടുത്ത് ചെയ്യുക. കണ്ടോ? എന്നിട്ട് നമുക്ക് എത്ര ഡാർക്ക്നെസ് വേണോ അതിനനുസരിച്ച് ഓരോരോ സ്റ്റെപ്പായിട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇനി നമുക്ക് ബ്രഷിൽ കുറച്ച് വാട്ടർ എടുത്തതിന് ശേഷം ഈ ഒരു ബ്രൗൺ ഷെയ്ഡിൻ്റെ പിഗ്മെൻറ്റ് വെച്ചിട്ട് തന്നെ നേസൽ ഹോൾസും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു സൈഡിലുള്ള ഭാഗമൊക്കെ ഒന്ന് വരച്ചു കൊടുക്കാം. അതുപോലെ ലിപ്സിൻ്റെ ആ ഒരു പാർട്ടീഷൻ വരുന്ന ഭാഗത്തും ഒന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ മൂക്കും ചുണ്ടും തമ്മിലുള്ള അവിടെ ഒരു ജസ്റ്റ് ഒരു കുഴു പോലെയില്ലേ, ഫിൽറ്ററും എന്നാണ് അതിന് പറയാം, അവിടെയും നമുക്ക് ഇതുപോലെ ഒന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഹൈലൈറ്റിംഗ് ഏരിയാസിലൊക്കെ ലൈറ്റ് ടോൺസ് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ചീക്കിൻ്റെ മുകളിലായിട്ട്, അതുപോലെ മൂക്കിൻ്റെ മുകളിലായിട്ട്, അതുപോലെ നമ്മുടെ നെറ്റിയുടെ ഭാഗത്ത് താടിയുടെ ഭാഗത്ത് ഇതുപോലെ ഒന്ന് ലൈറ്റ് ഷെയ്ഡ് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്യാം. സാധാരണ മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇതൊക്കെ അറിയുണ്ടാവും. കോൺടൂറിങ് ഒക്കെ ചെയ്യുമ്പം എനിക്ക് അത് അത്രയ്ക്കും ഒന്നും അറിയത്തില്ല. പക്ഷേ ഞാൻ ഈ ഡോളിന് വേണ്ടിയിട്ട് ഇതൊക്കെ ഈ ഒരു സോഫ്റ്റ് പേസ്റ്റൽസ് വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഇനി നമുക്ക് കണ്ണിൻ്റെ ഔട്ട്ലൈൻ ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കാം. പിന്നെ ഇതിപ്പോൾ എത്രയൊക്കെ ഫേസപ്പ് ചെയ്താലും ഞാൻ ചെയ്തിട്ടുള്ള ആ ഒരു സ്കൾപ്റ്റിങ്ങിൻ്റെ എന്തെങ്കിലും പെർഫെക്ഷൻ ഉണ്ടെങ്കിൽ അതെല്ലാം ഇതിൽ കാണും. ഇനി നമുക്ക് പതുക്കെ നമ്മുടെ വാട്ടർ കളർ പെൻസിൽസ് എടുക്കാം. വാട്ടർ കളർ പെൻസിൽസിൽ നിന്ന് ഞാനിവിടെ ബ്രൗൺ ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ ബ്രഷിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് നമുക്ക് പിരികം ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ആ ഒരു നെറ്റിയുടെ ഭാഗത്ത് കുറച്ച് ഇംപെർഫെക്റ്റ് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു ഫേസ് ഉള്ളത്. അപ്പോൾ ഞാൻ അന്ന് ഈ ഒരു സ്കിൻ കളർ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിരികത്തിൻ്റെ ഷേപ്പ് രണ്ടിടത്തും ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ക്ഷമിക്കുക. ഞാനിവിടെ ഈ ഒരു ഫേസിൻ്റെ മാത്രം പെയിൻറ്റിംഗ് ആണ് കാണിക്കുന്നത്. ബാക്കി രണ്ടും നമുക്ക് 2 വീഡിയോ ആയിട്ട് കാണാം. കാരണം എല്ലാം കൂടെ ഒരുമിച്ച് കാണിച്ച വീഡിയോയുടെ ലെങ്ത്ത് കൂടിപ്പോവും, അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ നമുക്ക് ബ്ലാക്ക് ഷെയ്ഡ് എടുക്കാം. എന്നിട്ട് നമ്മുടെ കണ്ണ് ഒന്നുകൂടെ തെളിച്ചൊന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ കണ്ണിൻ്റെ പെയിൻറ്റിങ് കുറേ ലെയറായിട്ടാണ് ചെയ്യുന്നത്. അപ്പോഴാണ് കുറച്ചും കൂടെ ഒരു കണ്ണിനൊരു ഡെപ്തും ഭംഗിയൊക്കെ വരുന്നത്. ഒറ്റയടിക്ക് എല്ലാ കളറും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് പിഗ്മെൻറ്റുകൾ കൂടാനും അതുപോലെ തന്നെ ആ ഒരു ഷേപ്പൊക്കെ പോകാനും ഒക്കെ സാധ്യതയുണ്ട്. ഇപ്പോൾ ബ്ലാക്ക് വെച്ചിട്ട് നമ്മൾ ഐസ് നന്നായിട്ട് ഷേപ്പിൽ വരച്ചു കൊടുക്കണം. അതുപോലെ തന്നെ പിരികവും നമുക്ക് കുറച്ചുകൂടെ ഒന്ന് തെളിച്ച് വരയ്ക്കാം ബ്ലാക്ക് എടുത്തതിന് ശേഷം.
അങ്ങനെ അതൊന്നുകൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു വാട്ടർ കളറിലുള്ള വൈറ്റ് കളർ വെച്ചിട്ട് കുറച്ച് ഭാഗം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. ചുണ്ടിൻ്റെ മുകൾ ഭാഗത്ത്, മൂക്കിൻ്റെ മുകൾ ഭാഗത്ത് ഒക്കെ. ചിക്കിൻ്റെ ഏരിയ അത്രയും ഹൈലൈറ്റ് ചെയ്യണമെന്നില്ല, ഇപ്പോൾ നമുക്ക് ലാസ്റ്റ് ഹൈലൈറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഐറിസ് വരച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു ബ്രൗൺ ഷെയ്ഡാണ് കൊടുക്കുന്നത്. ഏകദേശം ഒരു ബ്രൗൺ കണ്ണാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ കണ്ണിൻ്റെ കളേർഡ് പാർട്ടാണ് ഐറിസ് എന്നുള്ളത് അറിയാമല്ലോ. കൃഷ്ണമണിയുടെ ചുറ്റും കാണുന്ന ഒരു ഭാഗമാണ്. നമ്മളിലൊക്കെ സാധാരണയായിട്ട് ബ്രൗണോ അല്ലെങ്കിൽ ബ്ലാക്കോ ഒക്കെയാണ് കൂടുതലും കാണുന്നത്. അപ്പോൾ ഞാനിവിടെ പൊതുവേ ബ്ലൂ ഒക്കെ കൊടുക്കാറുണ്ട് കൂടുതൽ സ്ഥലത്തും. എനിക്കിഷ്ടമാണ് ആ ഷെയ്ഡൊക്കെ. പക്ഷേ ഞാനിവിടെ ബ്രൗൺ ആണ് കൊടുത്തിട്ടുള്ളത്. ബ്രൗൺ കൊടുത്തതിന് ശേഷം അതിൻ്റെ ചുറ്റുമായിട്ട് നമ്മൾ ബ്ലാക്ക് വെച്ചിട്ട് ഒന്ന് ലൈൻ ചെയ്യണം. അതിനുശേഷം ബാക്കി ബ്ലാക്ക് വെച്ചിട്ട് നമ്മൾ കണ്ണിൽ കുറച്ചും കൂടെ ഒരു വാലിട്ട പോലെയും ഒക്കെ ഒന്ന് വരച്ചു കൊടുക്കുക. ഒന്നും കൂടെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക. അതിനുശേഷം ലിപ്സിൻ്റെ 2 കോർണറിലും 2 ഡാർക്കായിട്ട് 2 കുത്തിട്ട് കൊടുക്കുക. അതിനുശേഷം പിരികൊന്നുകൂടെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് വൈറ്റ് എടുത്തതിന് ശേഷം നമ്മുടെ കണ്ണുകളുടെ ആ ഒരു കോർണറിൽ ഒരു ഡോട്ട് പോലെ കൊടുക്കാം. അതുപോലെ തന്നെ കൺപോളയുടെ അവിടെയും കുറച്ചൊരു ഹൈലൈറ്റ് ഉണ്ടാവും, ചെറിയൊരു ഹൈലൈറ്റ് അവിടെയും കൊടുക്കാം. അതിന് ശേഷം ആ ഒരു കണ്ണിൻ്റെ അകത്തുള്ള ഒരു വൈറ്റ് കളർ ഭാഗമില്ലേ, അതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. മനസ്ക്ലീറ എന്നാണ് പറയുന്നത്. അതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി അതുപോലെ തന്നെ ചുണ്ടുകളുടെ കളർ കുറച്ചും കൂടെ ഒന്ന് എൻഹാൻസ് ചെയ്യുക. ഞാൻ ഒരുപാട് ഡാർക്കായിട്ടുള്ള ഷെയ്ഡൊന്നും കൊടുക്കുന്നില്ല. അതിനുശേഷം വീണ്ടും ചീക്ക് ഏരിയ കുറച്ചും കൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ കണ്ണൊക്കെ കൂടുതൽ തെളിച്ച് വരയ്ക്കുമ്പോൾ നമ്മൾ നേരത്തെ കൊടുത്ത ഹൈലൈറ്റിങ് കുറച്ച് ഡിമ്മായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ചീക്ക് ഏരിയാസിൽ കുറച്ചും കൂടെ ആ ഒരു ലൈറ്റ് ഷെയ്ഡ് വെച്ചിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അക്രിലിക് പെയിന്റ് എടുക്കാം. അതിൽ ബ്ലാക്ക് ആണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ബ്ലാക്ക് പെയിന്റ് വെച്ചിട്ട് നമുക്ക് പിരികവും അതുപോലെ തന്നെ കണ്ണിൻ്റെ ലാസ്റ്റത്തെ ഒരു ഹൈലൈറ്റിങ്ങും ചെയ്യാം. കൃഷ്ണമണിയൊക്കെ കുറച്ചും കൂടെ ഒന്ന് ഡീപ്പായിട്ട് വരച്ചു കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഐലൈനറിൻ്റെ എഫക്റ്റും ഒക്കെ നമുക്കിവിടെ, ഐലാഷസും ഒക്കെ നമുക്കിവിടുന്ന് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ഷൂട്ട് ചെയ്തപ്പോൾ ആ ഒരു ഫേസ് കുറച്ച് താഴോട്ടായി പോയതാണ് കേട്ടോ. ഇതിന് എന്തെങ്കിലും ക്ലാരിറ്റി ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിനി 2 ഫേസും കൂടെ ചെയ്യാനുണ്ടല്ലോ. അപ്പം ഞാൻ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇനി നമുക്ക് കണ്ണിൻ്റെ ആ ഒരു വൈറ്റ് ഭാഗം കുറച്ചും കൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പെയിൻറ്റ് വെച്ചിട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ ശ്രദ്ധിക്കണം. എൻ്റെ ഈ ഒരു പോയിൻറ്റഡ് ബ്രഷ് അത്ര പോയിൻറ്റഡ് ആണെന്ന് വെച്ചാൽ കുറച്ചൊന്ന് ഡാമേജ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്രയ്ക്ക് നന്നായിട്ട് കിട്ടണില്ല. പിന്നെ നമുക്ക് ആ ഒരു നേരത്തെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത പോലെ ചുണ്ടിൻ്റെ മുകളിലും അതുപോലെ മൂക്കിൻ്റെ മുകളിലും ഒക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പെയിൻ്റ് ആകുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് അവിടെ നല്ലൊരു ബ്രൈറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. ഞാൻ ആദ്യം അപ്ലൈ ചെയ്തപ്പോൾ കുറച്ച് വൈറ്റ് കൂടിപ്പോയി ആ ഒരു ചുണ്ടിൻ്റെ മേലെ. അത് ഞാൻ കുറച്ചും കൂടെ ഒന്ന് തൂത്ത് കളഞ്ഞിട്ട് ഒന്നുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ചീക്ക് ഏരിയാസിൽ കുറച്ച് പിങ്ക് ഷെയ്ഡും കൂടെ കൊടുക്കാം. ഒരു ബ്ലഷ് എഫക്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് ചുണ്ടുകളുടെ മുകളിലായിട്ട് കുറച്ചൊരു വൈറ്റ് ഷെയ്ഡ് കൊടുക്കാം. ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് നമുക്ക് കണ്ണിൻ്റെ മുകളിൽ ഇതുപോലെ 2 വൈറ്റ് ഡോട്ട്സും ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്കൊരു കോട്ട് വാർണിഷ് അടിച്ചു കൊടുക്കാം. അപ്പം ഞാൻ വാർണിഷൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട്. ഹെയർ ഫിക്സ് ചെയ്തിട്ടുണ്ട്, കമ്മലിട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു കുഞ്ഞു പൊട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ള വാർണിഷ് ഇറ്റ്സി ബിറ്റ്സിയുടെ ഡെക്കോർ വാർണിഷാണ്. ഇതൊരു വാട്ടർ ബേസ്ഡ് വാർണിഷാണ്. അപ്പോൾ അലർജിയൊക്കെ ഉള്ളവർക്ക്, മറ്റ് വാർണിഷൊക്കെ അലർജി, എന്നെ പോലെ അലർജിയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ ഒരു വാർണിഷ് അടിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ പെയിൻറ്റ് ചെയ്ത് വെച്ചതൊന്ന് ജസ്റ്റ് ഒന്നൊന്ന് ഡിമ്മായിട്ട് ഒന്ന് ഡള്ളായിട്ടുണ്ടാവും. പക്ഷേ അത് നമുക്ക് കുറച്ചും കൂടെ ഒരു നാച്ചുറൽ ലുക്ക് നമ്മുടെ ഫേസിന് കൊടുക്കുകയും ചെയ്യും. പിന്നെ ഈ ഒരു ഡോളിന്, ഈ ഒരു ഫേസിന് ഒരു ബോഡിയും കൂടെ നമ്മൾ സ്കൾപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പുതിയ ഡോളായി. അത് നമുക്ക് പിന്നീട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഫേസ് പെയിൻറ്റിങ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ഒരു ലൈക്കും കമൻറ്റും ഒക്കെ തരിക. അപ്പോൾ പുതിയ ക്രിയേറ്റീവ് വീഡിയോസിനൊക്കെ ആയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ കൂടെ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. Until then, thank you for watching. Cheers!